വെള്ളം ഇറങ്ങാതിരിക്കുന്ന പ്രശ്നം അവിടെയാണ്. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വിലയിരുത്തി സംസ്ഥാന സർക്കാർ പൂർണ്ണമായ അധികാരം ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിലെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശുചിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്തു വരുന്നുണ്ട് ഭംഗിയായിട്ട്. ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബയോ ടോയ്ലറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ലൈറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേകമായ സുരക്ഷാ സംവിധാനം എല്ലാ ക്യാമ്പുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നവർക്ക് വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായമായിട്ട് അത് നൽകും. തീർച്ചയായിട്ടും ഇത് ഒരു പത്തനംതിട്ട ജില്ലയിൽ ഈ പ്രതിഭാസം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ 2018-ലെയും 2019-ലെയും വലിയ പ്രളയത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, അതിനുശേഷമുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പമ്പ ഉൾപ്പെടെയുള്ള നദികളിലെല്ലാം അന്ന് വന്നടിഞ്ഞ മണ്ണും ഓരോ പ്രളയത്തിലും വന്നടിയുന്ന മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളത്തിനും ക്യാരി ചെയ്യാനുള്ള, വെള്ളം പോകാനുള്ള സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ ഈ മണ്ണ് പെട്ടെന്ന് നീക്കം ചെയ്താൽ മാത്രമാണ്. ഇതിപ്പോൾ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം പൊങ്ങുന്ന സ്ഥലമായി പല പ്രദേശവും മാറിയിരിക്കുകയാണ്. അപ്പോൾ പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും മുൻഗണനയും പത്തനംതിട്ട ജില്ലയിൽ കൊടുക്കും. അതുപോലെ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ റെയിൻ ഗേജ് സ്റ്റേഷനുകൾ, അത് മാനുവലായിട്ട് അല്ലാത്തതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ടുകൂടി ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല ഏജൻസികളെ കൂടി, നല്ല ഏജൻസികൾ, ഇപ്പോൾ കൊച്ചി സർവകലാശാല ഉൾപ്പെടെയുള്ള ഹ്യൂം സെന്റർ ഉൾപ്പെടെയുള്ള നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ, കാലാവസ്ഥ നേരത്തെ തന്നെ അത് അറിഞ്ഞ് അപ്പോൾ ആ പ്രവചനത്തിന്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉണ്ടാകാൻ നോക്കും. പക്ഷെ ഇവിടെ ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ സംസാരിച്ചാണ്, ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സ്റ്റും ഉണ്ടാകുന്നു. റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200-ന് മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിന്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ചു വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ള ഒരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും. നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ആവശ്യമായ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 2 ഹെലികോപ്റ്ററുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് വേണമെങ്കിൽ ഏരിയലായിട്ട് സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലാത്ത സ്ഥലത്തുള്ള ഫുഡ് പാക്കേജുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. NDRFന്റെ ടീമിനെ എല്ലാ സ്ഥലത്തും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പോലീസ് ഈ ഏറ്റവും നമ്മൾ സംശയമുള്ള സ്ഥലങ്ങളിലെ പോലീസ് സേന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടി വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ തന്നെയുള്ള RTFനെ കൂടി, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കൂടി സന്നദ്ധരായിട്ട് എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു
ഭയമുള്ളത് ഈ അതിതീവ്ര മഴയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എവിടെയാണ് ഇത്, അത് ഏറ്റവും നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും സെൻസിറ്റീവായ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മലനിരകളിലെ സെൻസിറ്റീവായ സ്ഥലത്ത് അത് പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാൻഡ് സ്ലിപ്പുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. പിന്നെ നദിയിലെ ഈ മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്നത്. ഇപ്പൊ ഈ ഒരു പ്രളയം കൂടി കഴിയുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മാലിന്യങ്ങളും മണ്ണും എല്ലാം വീണ്ടും വന്ന് അടിയാണ്. അപ്പൊ അതാണ് ഇപ്പോഴുള്ള പ്രസന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു വെല്ലുവിളി. അതാണ് ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടിയന്തര പ്രാധാന്യം കൊടുത്ത് ഇനി അടുത്ത ഫ്ലഡ് വരെ കാത്തിരിക്കാതെ 5-8 കൊല്ലമായി ഇത് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഒരു നടപടി എടുക്കാതെ, ആ മുന്നൊരുക്കം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 150-ൽ മീതെയുള്ള ആളുകളുള്ള ക്യാമ്പുകളെല്ലാം രണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. അപ്പൊ പിന്നെ അതിഥി തൊഴിലാളികൾ ധാരാളം പേരുണ്ട് ഇവിടെ. അവരെ കോൺട്രാക്ടർമാരൊക്കെ അവരെ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവര് പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് കോൺട്രാക്ടർമാരെല്ലാം. അവരിങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പൊ അവർക്ക് ചില സ്ഥലത്ത് അങ്ങനെയാണ്, അവർക്ക് നമ്മളെ പാക്കറ്റ് ഫുഡ് പറ്റില്ല, അവരുടെ പ്രത്യേക ഭക്ഷണം വേണം, അത് പ്രത്യേകമായി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ചില സ്ഥലത്തുണ്ട്. അത് പ്രത്യേകമായി അത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. 150-ലേറെ ആള് കൂടിക്കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് വിന്യസിപ്പിക്കും. അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കും. പിന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ ചെക്കപ്പ് കൃത്യമായിട്ട് എല്ലാ ക്യാമ്പിലും നടത്തുന്നുണ്ട് ഭംഗിയായിട്ട്. അത് ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പരിശോധിക്കുന്നുണ്ട്. മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവര് തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ കിണറിൽ ക്ലോറിനേഷൻ നടത്തി വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അതുകൂടി ഇതിനോടൊപ്പം തന്നെ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ അതെല്ലാത്തിനും റെഡിയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയാണ്. ഏതെല്ലാം ജില്ലകളാണ് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർക്കും. അതല്ല, അത് ഇവിടെ മണിക്കൂറുകൾക്ക് ഇവിടെ ഒരു മന്ത്രി എത്തി, മനസ്സിലായില്ലേ? ഈ സംഭവം ഉണ്ടായി, ഇത് നമ്മൾ പോകുന്നതല്ലല്ലോ, നമ്മൾ ചെല്ലുന്നത് അവിടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? വെളുപ്പിന് 5 മണിക്ക് അറിഞ്ഞത് മുതൽ എല്ലാ മന്ത്രിമാരെയും ജില്ലയിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും ആ സ്ഥലത്തെത്തി. എല്ലാ MLA-മാരെയും ബന്ധപ്പെടുത്തി, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അഡീഷണൽ ആയിട്ടുള്ള പണം അനുവദിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള ഏർപ്പാടുകൾ ഏർപ്പെടുത്തി. അതാണ്. പിന്നെ ഞാൻ CPM ജില്ലാ കമ്മിറ്റി പറയുന്ന അനുസരിച്ചുള്ള ഡേറ്റിലല്ലോ ഞാൻ പോകുന്നത്. നൗ വി ഹാവ് റിവ്യൂഡ് ദ റീഹാബിലിറ്റേഷൻ പ്രോസസ് ആൻഡ് അതർ മെഷേഴ്സ് ഇൻ Pathanamthitta districts. There are more than 133 camps. The inhabitants are more than 6,000. The camps, all measures are taken by the government to provide the food, shelter, and toilets were arranged. And then now we are providing sufficient help when they are going back to their home also. We have made all arrangements. സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായ ബോട്ടുകളെല്ലാം ഉണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ 14 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ നേരത്തെ തന്നെ കൊല്ലത്തുനിന്ന് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 14 എണ്ണം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നുമായിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം. ഏത് ക്യാമ്പിലാണ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനങ്ങളുണ്ട്. ക്യാമ്പുകളിൽ എല്ലാ സാധനങ്ങളും, ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പരിഹരിക്കും. 133 ക്യാമ്പുകളും 6400 പേര് നിൽക്കുകയാണ്. അത് CPM-കാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും പരിഹരിക്കും. നിങ്ങള് ഞാൻ പറഞ്ഞുതരാം, കൈരളി TV ഒന്നും ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനി നാണം കെട്ടണ്ട. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മന്ത്രിയും MLA-മാരും ആ പരാതി പറഞ്ഞു. പല വീടുകളിൽ നിന്നും നമ്മൾ ഇവാക്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുമ്പോൾ
അവർ പോരുന്നില്ല. അവർ ചില വീട്ടിലൊക്കെ രണ്ടാമത്തെ നിലയിലൊക്കെ നിൽക്കുകയാണ്. അത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവരെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ആ അപേക്ഷ പരിഗണിച്ച് ഈ ഇവാക്യുവേഷൻ നടത്തുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലത്ത് അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞാൻ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളൊക്കെ ക്യാമ്പ് നടത്തി പരിചയമുള്ളവരാ. ചിലർ വരില്ല, ചിലർ ഇല്ല ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ഭയങ്കര റിസ്ക് ആണ്. പോകുന്ന ആളുകൾക്ക് കൂടി, രക്ഷാപ്രവർത്തകർ കൂടി റിസ്ക് ആവും. അതുകൊണ്ട് പൂർണ്ണമായി എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.